നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് അറിയാം. ഇതാ മിസ്റ്റർ മനോഹരൻ മംഗളോദയം, താങ്കൾ വെറുതെ കാട് കയറണ്ട. അദ്ദേഹം തന്നെ ഈ ദേശാഭിമാനിക്കാരൻ തന്നെ ഞാൻ പറയണ കേക്ക്, ഞാനല്ല പറയണത്. പത്രക്കാർ വേറെ കഥകൾ ഉണ്ടാക്കും. ഇത് കൊല്ലാനും വയ്യ വളർത്താനും വയ്യ എന്ന് പറഞ്ഞ അവസ്ഥയിലപ്പോ നിങ്ങൾ ഇങ്ങനെ വന്ന് ഈ ദേശാഭിമാനി എന്നും കൈരളിയിലും വന്ന് എൻ്റെ പത്രസമ്മേളനം കലക്കണ്ട. നിങ്ങൾ ഇത് തന്നെ പരിപാടിയാണ്. നിങ്ങൾ വന്നിട്ട് ഈ ശിവജിയുടെ വേഷം മാത്രമേ ഉള്ളൂ, ഞാൻ ആള് മഹാ. നിങ്ങൾ വന്നിട്ട് നിങ്ങൾ പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം നടത്തുമ്പോഴോ അദ്ദേഹം മുഖ്യമന്ത്രിയായി പത്രസമ്മേളനം നടത്തുമ്പോഴോ ഒന്നും ഇതുപോലെ നിങ്ങൾ ബഹളം ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, ഞാനിങ്ങനെ ഇരുന്ന് തരുന്നതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ കാണിക്കുന്നത്. ദയവ് ചെയ്ത് അതുകൂടി ഇല്ലാതാക്കരുത്. നിങ്ങൾ എവിടെ ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. അല്ലല്ല, നിങ്ങൾ സാമാന്യ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്തിനാ സംസാരിക്കുന്നത്? ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്തിനാ സംസാരിക്കുന്നത്? നിങ്ങളിപ്പോൾ എത്രാമത്തെ പ്രാവശ്യം ഇടപെടുന്നത്? അല്ല പിന്നെ വേണ്ട എന്ന് വിചാരിക്കുമ്പോ കളിക്കാൻ നീ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറയട്ടെ. നിങ്ങൾ അതല്ലല്ല, ഞാൻ ഒരു സ്ഥലത്തും ഹെലികോപ്റ്റർ എടുത്ത് പഴയ മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ പരാതി പറഞ്ഞിട്ടില്ല. ഒന്ന് നിക്കേ, എന്താ നമ്മുടെ പേര്? അനിൽകുമാർ. നോട്ട് ചെയ്തോ, അനിൽകുമാർ. രണ്ട് നിങ്ങൾ വ്യാപകമായി പ്രചരിപ്പിച്ചു സോഷ്യൽ മീഡിയയിൽ കൂടി CPM നേതാക്കൾ ഞാൻ ഹെലികോപ്റ്റർ എടുത്തിട്ട് സ്വകാര്യ യാത്രയ്ക്കാണ് പോയതെന്ന് പറഞ്ഞു. ഞാൻ പോയത് നിങ്ങളോട് പറഞ്ഞുതരാം. ഞാൻ പോയത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പ് കൊച്ചിയിലുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ആകെ 3-4 മണിക്കൂറാണ്. കാരണം 2 മന്ത്രിമാർ വയനാട്ടിൽ പോയതും ഞാൻ വയനാട്ടിൽ പോയതും മാത്രമാണ് ഞങ്ങൾ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഹെലികോപ്റ്റർ ഉപയോഗിച്ചേക്കണേ. ഞാൻ എൻ്റെ പാർട്ടി സമ്മേളനത്തിന് പോയിട്ടില്ല. ചെയ്തിട്ടില്ല. മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് പിണറായി വിജയൻ പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ട് അത് ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഫണ്ടിൽ നിന്ന് ആ പൈസ കൊടുത്തിട്ടുണ്ട്. എന്താ ഉറക്കം വരുന്നു. എന്നെ കൊണ്ട് ആ ചരിത്രം ഒന്നും പറയിപ്പിക്കരുത്. അദ്ദേഹം നടത്തിയ യാത്രകളൊന്നും പറയരുത്. ഞങ്ങൾ ഒരു സ്വകാര്യ യാത്രയും നടത്തിയിട്ടില്ല. അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. സ്വാമിയെ നിന്നേ, അങ്ങനെ അങ്ങ് പോയാലോ.